ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഊട്ടിയിലേക്കാണ് കേട്ടോ. ഊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഒരു അടിപൊളി സുന്ദരിയായ മന്ദാകിനിയായ ഒരു വാട്ടർഫോളാണ്. വാട്ടർഫോള് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അടിപൊളിയായിട്ടുള്ള ഒരു വാട്ടർഫോളാണ്. അപ്പോൾ നമ്മൾ കാലിക്കറ്റിൽ നിന്ന് ഏകദേശം 5 മണിക്കാണ് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ച് നമ്മളിതേ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വഴിക്കടവിലാണ് കേട്ടോ. വഴിക്കടവിന്ന് നമ്മൾ നല്ല ചൂട് വെള്ളപ്പവും ചിക്കൻ കറിയൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയി നമ്മൾ ഇനി എൻ്റർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം നാടുകാണി ചുരത്തിലേക്കാണ് കേട്ടോ. നാടുകാണി ചുരം എല്ലാവർക്കും അറിയണം, അതിസുന്ദരിയാണ് കേട്ടോ. നാടുകാണി ചുരം പോയിട്ടുള്ളവർക്ക് അറിയാം. അല്ലെങ്കിലും ചുരത്തിലൂടെയുള്ള യാത്ര എപ്പോഴും ഭയങ്കര രസമാണ് അല്ലേ. നമ്മൾ ട്രിപ്പ് എപ്പോഴും എൻജോയ് ചെയ്യുന്നത് ചുരത്തിലൂടെയുള്ള യാത്രയൊക്കെയാണ് അല്ലേ. മൗണ്ടെയിൻ പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഞാൻ പേഴ്സണലി ഒരു മൗണ്ടെയിൻ പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് റോഡിൻ്റെ 2 സൈഡിലുള്ള മരങ്ങളും കുന്നുകളും ഇനിയിപ്പോൾ കൊക്കയാണെങ്കിലും ഞാൻ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ചുരത്തിലൂടെയുള്ള യാത്ര. അപ്പോൾ ഇതേ കൂടല്ലൂർക്ക് നമ്മുടെ സൈൻ ബോർഡ് വന്നിട്ടുണ്ട്. കൂടല്ലൂരിലേക്ക് ഏകദേശം 17 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ നാടുകാണി ചുരത്തിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ചെറുതായിട്ടൊരു തൊണ്ടവേദനയൊക്കെ ഉണ്ട്, മൂക്ക് നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് മുൻപേ എടുത്ത വീഡിയോ ആണ്. ഏകദേശം ഫ്ലഡിൻ്റെ മുന്നേ ആയിട്ടാണ് നമ്മൾ പോകുന്നത്, മഴ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട്. പക്ഷേ എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ടായിരുന്നു. അപ്പോൾ നാടുകാണി ചുരത്തിൽ നമ്മളൊരു കുറച്ച് ചെന്നപ്പോൾ കുറച്ച് കുരങ്ങന്മാരെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ കിച്ചു ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ കിച്ചുവിന് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയൊക്കെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ഇതേ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുരങ്ങൻ വരുന്ന സമയത്ത് നമ്മൾ ഗ്ലാസ് താഴ്ത്തുനിന്നും പൊക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. പൊതുവേ അവന് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ, അവന് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളെ. അങ്ങനെ നമ്മളിതേ ഗൂഡല്ലൂർ ചെക്ക് പോസ്റ്റിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിറയെ 2 സൈഡിലും ടീ പ്ലാന്റേഷനാണ് കേട്ടോ. രാവിലെ 7:30 മണിയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടുത്തെ ചേച്ചിമാരൊക്കെ തേയില നുള്ളാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഊട്ടിയിലേക്കുള്ള ചെക്ക് പോസ്റ്റിൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവിടേക്ക് പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ എൻട്രി പാസ് ഓൺലൈനായിട്ട് എടുക്കണം. പിന്നെ ഇത് ഊട്ടിക്ക് പോകുന്നവരെല്ലാവരുടെയും ഫേവറേറ്റ് സ്പോട്ടാണെന്ന് എനിക്കറിയാം. ഈ പൈൻ മരങ്ങളില്ലാതെ ഇങ്ങനെ ഒരു ഫോട്ടോ ഇല്ലാതെ എന്ത് ഊട്ടിയ ട്രിപ്പല്ലേ. അപ്പോൾ ഞങ്ങളും എടുത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ. പിന്നെ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ഭയങ്കരമായിട്ടൊരു മഴ, നല്ല സുഖമുള്ള മഴ, പിന്നെ കോടൻ മഞ്ഞും അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ പൈക്കര ലേക്കിൽ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ബോട്ടിങ്ങിന് പോകാനായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഡെസ്റ്റിനേഷൻ, പൈക്കര വാട്ടർഫോള്. ഇവിടെ നമുക്ക് 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. 40 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്, ഫീ വരുന്നത്. അടിപൊളിയാണ്. നിങ്ങൾ ഊട്ടിക്ക് പോകുന്നുണ്ടെങ്കിൽ ഊട്ടിക്ക് പോകുന്ന വഴിയിലാണ്. അടിപൊളിയാണ്, നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. ഇതിപ്പോൾ ഞാൻ ചെന്ന സമയത്ത് വെള്ളമുണ്ട്, മൂടൽമഞ്ഞുണ്ട്, കോടമഞ്ഞുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് നല്ല അടിപൊളി പ്ലേസാണ്. നന്നായിട്ട് വീഡിയോ, നന്നായി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല അടിപൊളി ഫോട്ടോസും നല്ല വീഡിയോസും കിട്ടും. നോക്കി എന്ത് സുന്ദരിയായിട്ടാണ് ഈ ഒരു വാട്ടർഫോൾ. ചെറിയ വാട്ടർഫോൾ, നിങ്ങൾ ആതിരപ്പള്ളി വാട്ടർഫോൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇതൊരു നല്ല സുഖമുള്ള, നിങ്ങൾക്ക് എത്രമാത്രം അതിൻ്റെ ഒരു സൂത്ത്നെസ് അല്ലെങ്കിൽ ഒരു സൂത്തിങ് എഫക്റ്റ് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരുപാട് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. കോട വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഞങ്ങൾ അറിയാലോ കഴിഞ്ഞു, ഞങ്ങൾ പെട്ടെന്ന് പോന്നു, നമുക്ക് ഊട്ടിയിലെത്തണം. പിന്നെ നമ്മൾ പോയത് വെൻലോക്ക് ഡൗൺസിലേക്കാണ്. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഊട്ടിയിൽ പോകുന്നവരെല്ലാവരും ഇതേപോലെ പൈക്കര വാട്ടർഫോൾ അധികം ആൾക്കാർ പോകാത്തൊരു സ്പോട്ടാണ്. ബട്ട് ഈ ഒരു വെൻലോക്ക് എന്തായാലും എല്ലാവരും പോയിട്ടുണ്ടായിരിക്കും. ഇവിടെയും നമുക്ക് ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട്. 2500 ആണ് ജീപ്പ് സഫാരിക്ക് വരുന്നത്. പിന്നെ നമുക്ക് അവിടേക്ക് എൻട്രി വരുന്നത് 40 റുപ്പീസ് പെർ അഡൾട്ടിന് 40 റുപ്പീസാണ്. ചിൽഡ്രൻസിന് 20 റുപ്പീസാണ്. പക്ഷേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. ഇത് അറിയാതെ താങ്ക് യു ഈ ഒരു ഭാഗത്ത് വന്നു. ഇതേ കണ്ടോ, എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് കൂടെ ഇരുന്ന് അത്യാവശ്യം സംസാരിക്കാം.
പിന്നെ വേറെ ഞങ്ങളൊരു സ്പോട്ട് പോയിട്ടോ. ഞങ്ങളെ വണ്ടി ഒരു താറോക്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചൊരു അഡ്വഞ്ചറസ് ആയിട്ട് ഞങ്ങൾക്ക് ജീപ്പ് ഓടിക്കാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സ്പോട്ടിൽ പോയി നമ്മൾ കുറച്ചൊരു ഓഫ് റോഡൊക്കെ പോയി. പിന്നെയാണ് കേട്ടോ നമ്മൾ വെൻലോക്കിലേക്ക് വരുന്നത്. വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്.